കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട് ചാനലിൽ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഇന്നത്തെ കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ ഇസ് അബൌട്ട് ഹൗ ടു റീസെറ്റ് യുവർ ലൈഫ്. അപ്പം അതിനൊരു ടൈം പീരീഡ് ഒന്നുമില്ല. ഇത് കുറച്ച് നാൾ ഫോളോ ചെയ്യുമ്പം ലൈഫിൽ കുറച്ച് പുതിയ ഹാബിറ്റ്സ് അല്ലെങ്കിൽ പുതിയ കുറച്ച് നല്ല കാര്യങ്ങൾ വരുന്ന പോലത്തെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു റീസെറ്റ് കൊടുക്കാറുള്ളതാണ്. ലൈക്ക് വെൻ വി ഡു എ ലോട്ട് ഓഫ് അൺപ്ലാൻ തിങ്സ്, റൈറ്റ്? കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഒരു റിസൾട്ട് ഇല്ല, അല്ലെങ്കിൽ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ട് ലൈഫ് പോകുന്ന സിറ്റുവേഷൻ വരുമ്പം ഒരു റീസെറ്റ് കൊടുത്ത് കുറച്ച് പുതിയ നല്ല ഹാബിറ്റ്സ് കൊണ്ടുവരുന്നത് ഇസ് ഗുഡ് ഫോർ അസ്. അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആണിത്. ആൻഡ് ഒരു നെക്സ്റ്റ് 6 months അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് 1 year കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഈസ് ബെസ്റ്റ് ടു ഗീവ് എ റീസെറ്റ് to your life. ലൈഫിൽ ഡെയിലി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഒരു പ്ലാൻഡ് അല്ലാണ്ടായിരിക്കും പലതും ചെയ്യുന്നുണ്ടാവുക. എന്തൊക്കെയോ നാളെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ചിലത് മറക്കും, ചിലത് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരിക്കും. ചിലപ്പം ഐ എം ടോക്കിംഗ് അബൌട്ട് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഡെയിലി ഇപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിലും നമുക്ക് ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ അൺപ്ലാൻഡ് ആയിട്ട് ചെയ്യും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഓർക്കും, അയ്യോ ഇത് മറന്നുപോയി, അത് മറന്നുപോയി എന്ന്. എന്നിട്ട് ആ സ്ട്രെസ്സിലായിരിക്കും ചിലപ്പോൾ കിടന്നുറങ്ങുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ ലൈഫിൽ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുറച്ച് ടാസ്ക് ഷെഡ്യൂൾ ചെയ്യേണ്ടതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇഫ് യു ആർ എ പേഴ്സൺ ഹു ട്രൂലി കെയേഴ്സ് അബൌട്ട് എ പീസ്ഫുൾ ലൈഫ്, എങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഈ ടാസ്ക് ഒക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ. ടു റീസെറ്റ് യുവർ ലൈഫ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടേക്ക് എ പേപ്പർ ആൻഡ് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതുക. ഞാൻ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുക്കാം. സോ ഇത് ഞാൻ ഫ്രെയിം ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചിട്ട് ഇതിന് നിങ്ങൾക്കുള്ള ആൻസർ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് എഴുതുക. അപ്പോൾ ഫസ്റ്റ് തിങ് ഇസ് ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ആൻഡ് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇനി എന്ത് ചേഞ്ചാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും എന്തൊക്കെയാണ് ലാക്കിംഗ് ആയിട്ടുള്ളതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടില്ലേ. അപ്പം അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം കുറച്ച് ഗോൾസ് സെറ്റ് ചെയ്യാം, എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യാനുള്ളതെന്ന്. ആൻഡ് ആ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത ശേഷം ചെയ്യാനുള്ള കാര്യം ഇസ് സെക്കൻഡ് തിങ് ഈസ് ടു അപ്ഗ്രേഡ് യുവർ ഹാബിറ്റ്സ്. അപ്പം നിങ്ങൾക്കിപ്പോൾ കുറച്ച് ഹാബിറ്റ്സ് ഉണ്ടാവും, നിങ്ങൾ ഡെയിലി അതായിരിക്കും ചെയ്യുന്നുണ്ടാവുന്നത്. അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്കിപ്പം ആഗ്രഹിക്കുന്ന ഗോൾസ് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അത് തന്നെ ഫോളോ ചെയ്ത കാരണം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കുറച്ച് അപ്ഗ്രേഡേഷൻ അല്ലെങ്കിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ആ ഹാബിറ്റ്സിൽ വരുത്തിയാൽ, അല്ലെങ്കിൽ പുതിയ കുറച്ച് ഹാബിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ചിപ്പം സ്കിന്നി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എനിക്ക് കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യണം. ദിസ് ഇസ് ജസ്റ്റ് ഇതൊരു എക്സാമ്പിളായിട്ട് പറയാൻ വേണ്ടി എടുത്തൊരു ഗോളാണ്. ദിസ് മേ നോട്ട് മേക്ക് എനി സെൻസ് ടു യു, ബട്ട് നിങ്ങൾക്ക് എന്ത് ഗോളാണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു കാര്യം പഠിക്കണം, അതാണ് നിങ്ങളുടെ ഗോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ കൂട്ടണം എന്നുള്ളതാണ് നിങ്ങളുടെ ഗോളെങ്കിൽ ഫസ്റ്റ് ആ ഗോളിന് വേണ്ടി നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഡേ എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, വീട്ടിലിരിക്കുന്നവരായിരിക്കാം. അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇതും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോളായ കാരണം നിങ്ങൾക്കത് എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആദ്യം തന്നെ കണ്ടുപിടിക്കുക. ആൻഡ് അപ്ഗ്രേഡ് യുവർ ഹാബിറ്റ്സ് ബേസ്ഡ് ഓൺ ദാറ്റ്. അപ്പം അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ സ്കിന്നി ആയിട്ടുള്ള ഒരാളാണ്, വെയിറ്റ് ഗെയിൻ ചെയ്യണം. അപ്പം 1 month കൊണ്ട് ഒരു 10 kilo കൂട്ടാനാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഇറ്റ് വോണ്ട് ഹാപ്പൻ. ഇതൊന്നും നടക്കാത്ത കാര്യമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ കോഴ്സ് പഠിക്കുവാണ്, ഇറ്റ് ഈസ് എ കോഴ്സ് വിച്ച് ഇസ് 150 hours പഠിക്കേണ്ട ഒരു കോഴ്സാണ് എന്ന് വിചാരിക്കുക. അത് 1 day കൊണ്ട് പഠിച്ചു തീർക്കും, അല്ലെങ്കിൽ 1 day 5 hours ഞാൻ പഠിക്കും. ഇതൊന്നും സെറ്റ് ചെയ്താൽ കാര്യമില്ല. അപ്പം നിങ്ങൾക്കൊരു ഡേ ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യം, അതായത് എടുത്താൽ പൊങ്ങുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ആ ഒരു ഹാബിറ്റായിട്ട് കൊണ്ട് നടക്കുക. അതായത് അതപ്പോൾ ചെയ്ത് തീർക്കാൻ പറ്റും. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഡെയിലി കിട്ടും. ഓക്കെ, ഇത് ഞാൻ ചെയ്തു. അപ്പോൾ നിങ്ങളെ കൊണ്ട് കൂടെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യം നിങ്ങൾ ഒരു ഹാബിറ്റായിട്ട് അപ്ഗ്രേഡ് ചെയ്യുക. അല്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ഒരു വലിയൊരു ഭാരിച്ച പണിയായിട്ട് അതൊരു ദിവസം മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേ കൂടുതൽ സ്ട്രെസ്ഫുൾ ആവത്തേ ഉള്ളൂ. അപ്പം അങ്ങനെ നിങ്ങളുടെ ഹാബിറ്റ്സ് ആദ്യം അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾ കുറച്ച് നാൾ അത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഗോൾസ് ഒക്കെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഓരോന്നായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ഹാബിറ്റ്സ് അപ്ഗ്രേഡ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് അടുത്തതാണ് തേർഡ് ടിപ്പാണ്
സോ നിങ്ങൾ എല്ലാവരും ചിലപ്പം കുറേ പേര് ക്ലെൻലിനെസ് നന്നായിട്ട് നോക്കുന്നവരായിരിക്കാം, കുറച്ച് പേര് അത് അധികം പ്രിഫർ ചെയ്യാത്ത, നല്ല ഇപ്പം എല്ലാം നന്നായിട്ട് അടുക്കി പറക്കി വെക്കണം അങ്ങനത്തെ ഒന്നും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആൾക്കാരായിരിക്കാം. ബട്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുകയാണ്, കുറച്ചും കൂടി ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഇതായിട്ട് നമ്മുടെ സറൗണ്ടിങ്സ് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് കുറച്ചും കൂടി ഒരു സമാധാനവും കുറച്ചുകൂടി ഒരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടുന്ന പോലത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് നോർമലി വന്നു തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ റൂമാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളിപ്പം പഠിക്കുന്ന ഒരു കുട്ടിയാണ്, നിങ്ങൾക്ക് ഇപ്പം കുറച്ച് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു കോഴ്സ് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗോളെങ്കിൽ, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഇരിക്കുന്ന സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ഇരുന്നാണോ പഠിക്കുന്ന ആ ഭാഗം നല്ലൊരു ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചെടുക്കുക. സോ ദാറ്റ് അവിടെ ഇരിക്കുമ്പം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ചെയ്തു തീർക്കാൻ പറ്റും, കുറച്ചും കൂടി മൈൻഡ് റിലാക്സിങ് ആയിരിക്കും. ഫോർത്ത് ടിപ്പ് എന്താണെന്നുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ വെൽബീയിങ്ങിന് വേണ്ടി എന്തെങ്കിലും ഒരു ഡെയിലി ഒരു ഹാബിറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് ഒരു സ്കിൻ കെയറോ അല്ലെങ്കിൽ ഹെയർ കെയർ, ഇതെന്തെങ്കിലും ഒന്നൊരു റൂട്ടീനായിട്ട് ഡെയിലി ഫോളോ ചെയ്യുന്നത് ഈസ് ഗുഡ് ഫോർ യു. അതായത് നമ്മൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് അപ്പോഴാണ് ഉണ്ടാവുക. അപ്പം ഇത് ഞാൻ എപ്പോഴും നോക്കുന്ന കാര്യമാണ്. അതായത് ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാക്കോ അല്ലെങ്കിൽ ഒരു ഹെയർ കെയർ എന്നുള്ള രീതിയിൽ ഹെയർ ഓയിൽ മസാജോ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഡെയിലി നമ്മൾ ചെയ്യുക എന്നുള്ളത് ഗിവ്സ് യു എ സോർട്ട് ഓഫ് റിലാക്സേഷൻ അല്ലേ. ഡെയിലി ഒരു റിലാക്സിങ് എന്തെങ്കിലും ഒരു ഹാബിറ്റ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഫിഫ്ത്ത് എന്ന് പറയുന്നത്, റീസെറ്റ് ചെയ്യാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളും നിങ്ങളുടെ ഡയറ്റ് പ്ലാൻസ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിൾ ഭയങ്കര മോശമാണെങ്കിൽ അത് നിങ്ങളെ ഇവൻച്വലി സ്ട്രെസ്ഫുൾ ആക്കത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിൾ എന്താണെന്നുള്ളത് നോക്കുക. നിങ്ങൾ വൈകി കിടക്കുന്നവരാണെങ്കിൽ നേരത്തെ എണീറ്റ് പോകുന്നത്, അപ്പം നിങ്ങൾക്ക് സ്ലീപ്പിംഗ് അവേഴ്സ് ഭയങ്കര കുറവായിരിക്കും അല്ലേ. അപ്പം അതെന്താണെന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ ഡയറ്റ്, നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുക. അപ്പം ഞാൻ അത്യാവശ്യം ഡയറ്റൊക്കെ നോക്കുന്ന ആളാണ്. എന്നാൽ പല സൺഡേസും മേ ബി ഒരു ചീറ്റ് ഡേ എന്നുള്ള രീതിയിൽ അത്യാവശ്യം ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുന്ന ആളുമാണ്. സോ ഡയറ്റും സ്ലീപ്പും വെരി ഇമ്പോർട്ടൻറ്റ്. ഡെയിലി നല്ല ഫുഡ് കഴിക്കുക, വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക, കുറച്ച് അങ്ങനത്തെ ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുക. അൺഹെൽത്തി ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ കഴിച്ചാൽ അതൊക്കെ നമ്മുടെ ലൈഫിൽ പിന്നീട് നമ്മൾ സ്ലോ ആക്കി മാറ്റത്തേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒബേസ് ആവും, അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരും. അപ്പം അതുകൊണ്ട് സ്ലീപ്പും ഡയറ്റും നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു റിഫ്രഷ്ഡ് ഫീലിംഗ് കിട്ടും. എന്നും നല്ലൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പം നോർമലി നല്ലൊരു റിഫ്രഷ്ഡ് ഫീലിംഗ് കിട്ടും. സോ അങ്ങനെ സ്ലീപ്പ് ആൻഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് 5th പോയിന്റ്. പിന്നെ 6th പോയിന്റ് എന്നുള്ള രീതിയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പം ഒരു 6 months കൊണ്ട് ഇത്രയും ഗോൾസ് അച്ചീവ് ചെയ്യണം അങ്ങനെയൊക്കെ കുറേ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിൽ കൂടെ നമ്മുടെ ഏറ്റവും അൾട്ടിമേറ്റ് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും 2-3 കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. മേ ബി ഇറ്റ് മേ ടേക്ക് ടൈം, ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റിയതായിരിക്കാം അത്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് തരുന്ന കാര്യം, മേ ബി ഒരു ട്രിപ്പ്, എവിടെയെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക. ഇന്ന് പ്ലാൻ ചെയ്തിട്ട് നാളെ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഒരു 6 മാസത്തിനിടയ്ക്ക് വെച്ച് നിങ്ങൾ കുറേ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് വെച്ചിട്ട് ഒരു നല്ല മെമ്മറബിൾ ആയിട്ടുള്ളൊരു ട്രിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ, അങ്ങനെ നിങ്ങൾക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷനും നിങ്ങൾക്ക് ഹാപ്പിനെസ്സും തരുന്ന എന്തെങ്കിലും 2-3 കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ മേ ബി ഇഫ് യു വോണ്ട് ടു ഹെൽപ്പ് സമ്മൺ, അത് ഞാൻ ഇത്രയും ദിവസം കൊണ്ട് ആരെങ്കിലും ഒരാളെ എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്നതെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ 2-3 കാര്യങ്ങൾ കൂടി എഴുതി വെക്കുക. അപ്പം അതെന്താന്ന് പറഞ്ഞാൽ, നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം മേ ബി നമ്മുടെ ലൈഫിൽ ഗോൾസൊക്കെ അച്ചീവ് ചെയ്തത് ഓക്കെ, ദാറ്റ് മേ ഗീവ് ഹാപ്പിനെസ്. ബട്ട് ഇങ്ങനെ കുറച്ച് ഭയങ്കര അത്രയും അധികം ഹാപ്പിനെസ് തരുന്ന മൊമെൻറ്റ്സ് മേ ബി നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്ത് പോയതോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടാക്കിയതൊക്കെ ആയിരിക്കും. അപ്പം തിരിഞ്ഞു നോക്കുമ്പം ജസ്റ്റ് ഡെയിലി റൂട്ടീൻ ഫോളോ ചെയ്ത് കുറേ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ച് അല്ലെങ്കിൽ ചെയ്യേണ്ട കുറേ ടാസ്കൊക്കെ ചെയ്തു എന്നുള്ളത് മാത്രമല്ലാണ്ട് നമുക്ക് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് കാണാൻ ആഗ്രഹിച്ച കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചവരാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൂടി ഞാൻ ലൈഫിൽ ചെയ്ത് തീർത്തു എന്ന്
ആലോചിക്കുമ്പം കിട്ടുന്ന ഹാപ്പിനെസ് ഇസ് ഡിഫറെൻറ്റ്. അത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ നമ്മുടെ ലൈഫിലെ എല്ലാ മൊമെൻറ്റ്സും നല്ലതാക്കി കൊണ്ടുപോവുക. വെറുതെ രാവിലെ എണീറ്റ് കുറച്ച് അൺപ്ലാൻഡ് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ കാര്യങ്ങൾ മറന്നുപോയി അങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് എല്ലാം പ്ലാൻഡ് ആയിട്ടും കുറേ ഈ ഡെയിലി റൂട്ടീൻസ് ഫോളോ ചെയ്തും നല്ല നല്ല ഹാബിറ്റ്സ് ഫോളോ ചെയ്തും ജീവിക്കുമ്പം കിട്ടുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഈസ് വെരി ഡിഫറെൻറ്റ്. അപ്പം അത് നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്ന് നോക്ക്. ആൻഡ് ടെൽ ഇഫ് ദിസ് ഗീവ്സ് സം റിസൾട്ട്സ് ടു യുവർ ലൈഫ്. എൻ്റെ ലൈഫിൽ കുറച്ച് റിസൾട്ട് തന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് ലൈഫും വീട്ടിലെ കാര്യങ്ങളും ആഫ്റ്റർ മാരേജ് വർക്ക് ആൻഡ് വീട്ടിലെ കുക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഭയങ്കര ഹാപ്പി ആൻഡ് പീസ്ഫുൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് സ്ട്രെസ്ഫുൾ ആവാറുമുണ്ട്. അപ്പം ഞാൻ ഇരുന്ന് ചിന്തിക്കും എന്തായിരിക്കും ഇന്ന് സ്ട്രെസ് ഉണ്ടായ റീസൺ എന്ന്. ആൻഡ് ആ റീസൺ റെക്ടിഫൈ ചെയ്ത് പിന്നീട് സ്ട്രെസ്ഫുൾ അല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റീസെറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഫൈൻഡ്സ് യു വെൽ. ഇത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് കുറച്ച് ലോങ് വീഡിയോ ആയിരുന്നു. ആൻഡ് ഇതൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നും ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ ബേസ് ചെയ്ത് പറഞ്ഞതാണ്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് സൺഡേ വരാം. സൺഡേ വരുന്നത് ഈസ് എ തായ്ലൻഡ് വ്ളോഗ്. ഹണിമൂണിന് തായ്ലൻഡ് പോയ ഒരു ട്രിപ്പിൻ്റെ വ്ളോഗാണ്. അപ്പം അത് മറക്കാണ്ട് കാണണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.